ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ അവസാന ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ എല്ലാവരും യൂണിഫോം ഇതാണ്. അപ്പോൾ ഇതാ നമ്മുടെ അമ്പലത്തിൽ നിന്ന് രഥത്തിലാണ് ഇത്തവണ നമ്മൾ ദേവിയെ അണിയിച്ചൊരുക്കി കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ രഥത്തിൽ ഇരുത്താൻ വേണ്ടി ഒരു കൃഷ്ണൻ രാധ നമ്മൾ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇരിക്കാനുള്ള സൗകര്യം രണ്ടുകൊണ്ട് ഇരിക്കുക പാടാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊച്ചു കൃഷ്ണനെ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും നമ്മൾ നടത്തിക്കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ അമ്പലം. അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ധ്യാനൂസൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ തൊഴുതിട്ട് ഇറങ്ങാൻ ഇവിടെ നമ്മൾ ആൽത്തറമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്നാണ് എല്ലാ എഴുന്നള്ളത്തും ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ദേവിയെ എടുത്തിട്ട് വണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മളെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് രഥത്തിൻ്റെ അടുത്ത് നിന്ന് സൂം ചെയ്തിട്ട് വീഡിയോ എടുത്ത്. അപ്പോൾ നമ്മുടെ ദേവിയെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടി അവിടെ പോയി ബാക്കിയുള്ള എഴുന്നള്ളത്തുമായിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സൈഡിൽ സീറ്റ് ഉണ്ട് കേട്ടോ കൃഷ്ണൻ രാധയ്ക്ക് ഇരിക്കാം. പക്ഷേ ഇവർ രണ്ടുപേരും വലിയ കൊച്ചുകളാണ്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ ധ്യാനത്തിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണൻ രാധ. ഒരു കൊച്ചു കൃഷ്ണനും കൂടെ ഉണ്ട് കേട്ടോ താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചു കൃഷ്ണൻ നമ്മൾ രഥത്തിൽ ഇരുത്താൻ വിചാരിച്ചു. രഥത്തിൽ ഇരുത്തുന്നുണ്ട്. അവന് വണ്ടി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രഥത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ദേവി കയറ്റി ഈ അമ്പലത്തിൽ കയറ്റി ഒന്ന് വലം വെച്ചിട്ട് വീണ്ടും നമ്മുടെ രഥത്തിൽ കൊണ്ടുപോയിക്കാൻ ശേഷം താലപ്പൊലി മുത്തുക്കുട അങ്ങനെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ താലപ്പൊലിയുള്ള എല്ലാ ബാലികമാരും വരിയായിട്ട് അമ്പലം ചുറ്റി ഇറങ്ങുകയാണ്. അതിൻ്റെ ബാക്കിൽ നിന്ന് മുത്തുക്കുടയുണ്ട്. അതിൻ്റെ ബാക്കിൽ നിന്ന് ആണ് നമ്മുടെ ശിങ്കാരിമേളം ചെണ്ടമേളം ഇതൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാവരും മുത്തുകൂടെ കറക്കിറങ്ങി പോകുന്നത്. അതാണ് നമ്മുടെ രഥത്തിൻ്റെ നൈറ്റിലുള്ള ലുക്ക് കേട്ടോ. ഫുൾ ലൈറ്റും കാര്യങ്ങളും സെറ്റ്. നമ്മൾ കൊച്ചു കൃഷ്ണനെ തിരിപ്പുണ്ടോ ഫ്രണ്ടിൽ. അപ്പോൾ അവനെ കയറ്റി നമ്മൾ ആദ്യം ഇരുന്ന് സെറ്റാക്കി. ബാക്കി നമ്മുടെ കൃഷ്ണൻ രാധയെ താലപ്പൊലിയുടെ ഏറ്റവും ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ധ്യാനൂസാണ് കൃഷ്ണൻ കണ്ടാൽ പോകുന്നുണ്ട്. കൃഷ്ണൻ രാധയും കൈ പിടിച്ചിട്ട് രണ്ടുപേരും കൈ പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഏരിയ എത്തി കേട്ടോ. നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെയാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ വീണ്ടും അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ച് അമ്പലത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും അറിയാമെന്നുള്ള ആൾക്കാരൊക്കെ എത്തി. അപ്പോൾ അവൻ ടാറ്റയെ കാണിച്ച് ഹായി കാണിച്ചു. അച്ഛനും അമ്മാമ്മയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ലക്കിയുണ്ട്. ഞാൻ കണ്ടില്ലേ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ വിളിച്ച് ഹായ് കാണിച്ചാണ്. ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ വരിയായിട്ട് എല്ലാവരെയും പാസ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലേഡീസ് കമ്മിറ്റിക്കാരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താലപ്പൊലി പോകുന്ന പിള്ളേരെയൊക്കെ നിയന്ത്രിച്ച് വിടുക എന്നുള്ളതാണ്. അതിന് തൊട്ട് ബാക്കിൽ നിന്ന് തന്നെ മുത്തുക്കുട, അതിനുശേഷം തെയ്യം, അതിനുശേഷം നമ്മൾ രഥം ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെണ്ടമേളമൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എഴുന്നേൽത്തൊന്നും കാണാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. നമ്മുടെ കുട്ടി കൃഷ്ണൻ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി നടന്നു പോയി തുടങ്ങി.
അപ്പോൾ താലപ്പൊലി കടവള പോയിട്ട് തിരിച്ചമ്മ വീട്ടിൽ ഫ്രണ്ടിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ നേരെ അമ്പലത്തിലോട്ട് കയറിപ്പോൾ അപ്പോൾ ഞാനും അമ്മയൊക്കെ അവിടെ നിൽക്കുന്നോണ്ട് തിരിച്ച് സംസാരിച്ച് തലയാട്ടിക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ് എല്ലാവരും. ഈ അമ്പലത്തിൽ കയറി ഒരു വലം വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. പിന്നെ ഇനി താലപ്പൊലി പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട്, അല്ലാതെ 1, 2, 3 സമ്മാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞറക്കെടുക്കുന്നത് കൃഷ്ണൻ രാധയാണ് കേട്ടോ. അതുകൊണ്ട് അവരിപ്പോൾ ഞറക്കെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഉത്സവം ഇവിടെ കലാശിച്ചിരിക്കുന്നു ഗായസ്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഞറക്കെടുക്കാണ് കേട്ടോ. ധ്യാനോസും ദീയയും കൂടെ ചേർത്തിട്ട് ഞറക്കെടുക്കാണ്. 1, 2, 3 സമ്മാനങ്ങൾ ഞറക്കെടുത്തിലൂടെ കൊടുത്തു. ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനം. അതിനുശേഷം എന്താ നമ്മുടെ കൈകൊട്ടിക്ക് ടീംസ് അവിടെ സെറ്റായി റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ മാമ നിന്ന് ആസ്വദിച്ച് കളിക്കുന്നത് ഇതൊക്കെ തന്നെ ഒരു ആഘോഷം. പിന്നെ അവർക്ക് എല്ലാവരുടെയും നമ്മുടെ പ്രോത്സാഹന സമ്മാനം കൊടുത്തു വിട്ടു കേട്ടോ. പ്രോത്സാഹന സമ്മാനം നമ്മുടെ അമ്പലത്തിന്റെ വക ഒരു ഹലോ ഗൈസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ നേരെ തിരിച്ച് വീട് വിടും. നാളെ നമ്മുടെ വിഷു ആയിട്ട് ഓഫീസിൽ പോകണം എനിക്ക്. അതുകൊണ്ട് പിന്നെ നേരെ പോകാൻ എത്ര മണിയായിപ്പം? ഏകദേശം 12:30 മണിയായി. നമ്മുടെ എഴുന്നേറ്റ് കയറിയ ശേഷം നമുക്ക് കണ്ട് കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങി. അവർ നല്ല പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അവർ ഏറ്റതുകൊണ്ട് പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ അടുത്ത ഉത്സവം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുക. എല്ലാവരും എനിക്ക് ഉത്സവത്തിൻ്റെ വീഡിയോ ഉള്ളത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. നാളെയാണ് കൊടിയേറ്റം. കാണിച്ചത് ചതിയ കണ്ട ഫുള്ള് ലൈറ്റ് ഇട്ട് വഴിയതേ ഉണ്ടായിരുന്നു. വാ, ഒരു ഉത്സവം കഴിഞ്ഞ് ക്ഷീണം മാറുന്നതിനും അടുത്ത ഉത്സവം നല്ല ലൈറ്റും കാര്യങ്ങളും അല്ലേ. വലിയ അമ്പലം, നമ്മൾ ചെറിയൊരു അമ്പലം, പക്ഷെ നല്ല ലൈറ്റും കാര്യം. നമ്മുടെ അമ്പലം കണ്ടു ഗൈസ്. കുഞ്ഞമ്പലമാണെങ്കിലും അമ്പലം തോന്നിരിക്കണല്ലേ. പണി ലൈറ്റിൻ്റെ ഇവിടെ. അപ്പോൾ അതാ വീട്ടിൽ എത്തിയപ്പോൾ നമ്മൾ ലിയോ എന്നെ കണ്ടിക്ക് 2 ദിവസമായിട്ടോ. അങ്ങനെ വലിയതായിട്ട് ഓടിയൊന്ന് കാർ ചാടി കയറാനായിട്ടാ. അവൻ പുറത്തിറങ്ങിയ സന്തോഷത്തിൽ സന്തോഷം കാണിക്കുന്നത്. അവൻ്റെ അകത്ത് കയറ്റി ആൾക്കാരാണെങ്കിൽ വരുവാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീഡിയോ വീട്ടിൽ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിഫോം ഇതായിരുന്നു. കണ്ടില്ലേ യൂണിഫോം ടാഗ് ഇട്ട് കണ്ടില്ലേ. നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എത്ര മണിയായി? 1 മണിയായി. 1 മണിയായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. 6 മണിക്ക് ഉറക്കം എനിക്ക് ജോലിക്ക് പോകുന്നേക്കാളും ഞാൻ ഇവിടെ കുളിച്ചിട്ട് റെഡി ആയിരിക്കണം. അതിൻ്റെ പൂക പാടായിരിക്കുന്നത്. ഹായ് ഗൈസ്, ഇവരെല്ലാവരും എന്നെ എഴുന്നള്ളത്തിന് വിട്ടിട്ട് KFC കഴിക്കാൻ പോയി ഗൈസ്. KFC കഴിച്ചിട്ട് എനിക്ക് പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ വന്നിട്ട് വീട്ടിൽ എത്തിയിട്ട് തിന്നെയാണ്. മണിയിപ്പോൾ കണ്ടെത്ര 1:30, 1:15. തിന്നിട്ട് കിടന്നുറങ്ങാൻ വെച്ചേക്കണം. ഉത്സവ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ